ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ സ്നേഹപൂർവ്വം അമ്മ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യമെന്ന് പറയുന്നത് ഒരു ശബ്ദ സന്ദേശമാണ്. സ്നേഹപൂർവ്വം അമ്മ എന്ന പാഠഭാഗത്തിൻ്റെ വായനാ അനുഭവവുമായി ബന്ധപ്പെട്ട് ശബ്ദ സന്ദേശം തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കൾക്ക് അയയ്ക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഒരു പ്രധാന കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ സുഗതകുമാരിയുടെ സ്നേഹപൂർവ്വം അമ്മ എന്ന കഥ ടീച്ചർ പഠിപ്പിച്ചത്. അത് വായിച്ചപ്പോൾ നിങ്ങളിലേക്ക് കൂടി അത് പകർന്നു നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരിക്കൽ എഴുത്തുകാരിയായ അമ്മ തൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഒരു മനോരോഗ ആശുപത്രിയിൽ പോകുന്നതും അവിടെ അവർ കാണുന്ന കാഴ്ചയുമാണ് പാഠഭാഗം. അവിടെ 18 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയെ ഇരുമ്പഴിക്കുള്ളിൽ കാണാനിടയായി. അവൻ അമ്മേ അമ്മേ എന്ന് വിളിച്ച് കരയുകയും കമ്പികളിൽ തലയിട്ടടിക്കുകയും ചെയ്യുന്നു. പഠിക്കാൻ മിടുക്കനായ അവൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. കൂടാതെ നല്ല പാട്ടുകാരനുമായിരുന്നു. എന്നാൽ മദ്യവും മയക്കുമരുന്നും ഇന്നവനെ ഇരുമ്പഴിക്കുള്ളിലാക്കി. വെളുത്ത നിറവും ചുരുണ്ട മുടിയുമുള്ള അവൻ്റെ മുഖഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു. കണ്ണുകൾ കൊഴിഞ്ഞ് കറുത്ത് ശൂന്യമായി, നെഞ്ച് കൂടുകെട്ടി ആകെ പരവശനായി, ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറിഞ്ഞ മുണ്ടുമുടുത്ത് ഇരുമ്പഴികളിൽ പിടിച്ചുകുലുക്കി അലറിക്കൊണ്ടു നിൽക്കുന്ന ആ കുട്ടിയെ കാണുമ്പോൾ അമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ ധാരാളം കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വീടുകളിൽ മനോരോഗ ആശുപത്രികളിലും കഴിയുന്നു. ആദ്യമൊക്കെ ഒരു രസത്തിനു വേണ്ടി പുകവലിക്കുന്നു. ക്രമേണ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്നു. ഒരു പിശാചിനെ പോലെ കുട്ടികളെ ലഹരി കീഴടക്കുന്നു. ലഹരിക്ക് വേണ്ടി അവർ മോഷ്ടിക്കാനും കൊല്ലാനും കഠിനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാനും മടി കാണിക്കുന്നില്ല. ലഹരി അവനെ ഭ്രാന്തനാക്കുന്നു. ഇവിടെ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കുട്ടികളായ നാം ഓരോരുത്തരും സഞ്ചരിക്കുന്ന പാതയിൽ പലവിധ അപകടങ്ങൾ പതിയിരിക്കുന്നു. അവയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ മാതാപിതാക്കൾക്കോ സമൂഹത്തിനോ ഭരണകൂടങ്ങൾക്കോ കഴിയില്ല. മറിച്ച് നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണ്. നാം നമ്മെ രക്ഷിക്കുക. ഓരോ കുട്ടിയും നിവർന്ന നട്ടെല്ലോടെ, ഉയർന്ന ശിരസോടെ, തെളിഞ്ഞ ബുദ്ധിയോടെ, ശുദ്ധനായി അഭിമാനിയായി വളരാൻ ശ്രമിക്കണമെന്നും അത് കാണാനുള്ള ഭാഗ്യം അച്ഛനമ്മമാർക്കും അവരുടെ നാടിനും ഉണ്ടാകണമേ എന്നും എഴുത്തുകാരി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നിരീക്ഷണക്കുറിപ്പ്. ഈ കൊച്ചൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു. വലിയ പാട്ടുകാരനാ. ഒക്കെ തുലച്ചു. ഇവനൊക്കെ ആദ്യം ഒരു രസത്തിന് തുടങ്ങും, പിന്നെ ഗതിയില്ല. ആശുപത്രി ജോലിക്കാരൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ. പിന്നീട് അവന് സംഭവിച്ചത് എന്തെല്ലാം? നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച സന്ദർഭങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി അവതരിപ്പിക്കും. ആദ്യം നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമൊന്ന് നോക്കാം. പഠനത്തിനിടയിൽ എപ്പോഴോ 18 വയസ്സായ ആ ആൺകുട്ടി ലഹരിക്ക് അടിമയാകുന്നു. അവനൊരു ഭ്രാന്തനെ പോലെ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് അലറി വിളിക്കുന്നു. പിന്നീട് ഒരിക്കലും തിരികെ വരാൻ കഴിയാത്ത വിധം അവനൊരു ഭ്രാന്തനായി മാറിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന പല സന്ദർഭങ്ങളും പാഠഭാഗത്ത് കാണാൻ കഴിയും. അത് നോക്കാം. കണ്ണുകൾ കുഴിഞ്ഞ് കറുത്ത് ശൂന്യമായി, നെഞ്ച് കൂടുകെട്ടി ആകെ പരവശനായി, ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറിഞ്ഞ മുണ്ടുടുത്ത് ഇരുമ്പഴികളിൽ പിടിച്ചു കുലുക്കി അലറിക്കരയുന്ന ആ ആൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആരെയും വേദനിപ്പിക്കുന്നത് തന്നെയാണ്. കൂടാതെ അമ്മയെ പോവല്ലേ, എനിക്ക് സഹിക്കാൻ വയ്യേ, തീ പിടിക്കുന്നു, തീ, അയ്യോ ഒരു ഷോട്ട്, ഒന്നു മാത്രം മതി, ഒന്നു മതിയമ്മേ എന്നുള്ള വിളിയും അസഹനീയമാണ്. നിരീക്ഷണക്കുറിപ്പിൽ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. സമൂഹത്തെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും? സ്വന്തം നിരീക്ഷണങ്ങൾ കൂട്ടുകാരുമായി പങ്കുവച്ച് കുറിപ്പ് തയ്യാറാക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരമൊന്ന് നോക്കാം. ഇന്ന് നമ്മുടെ ലോകത്ത് ദിനം പ്രതി കൊച്ചുകുട്ടികൾ മുതൽ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതയാത്രയിൽ അവർ സഞ്ചരിക്കുന്ന വഴികളിൽ പലവിധ ചതിക്കുഴികൾ നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ലഹരി സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു മാരക വിപത്തായി മാറിക്കഴിഞ്ഞു. ലഹരിക്കടിമയാകുന്ന കുട്ടികൾ ക്രമേണ പലവിധ അക്രമങ്ങൾ ചെയ്യാനും തയ്യാറാകുന്നു. അവരുടെ ഭാവിയും ജീവിതവും അവർക്ക്
നഷ്ടമാവുകയും ചെയ്യുന്നു. മാതാപിതാക്കളെന്നോ സഹോദരങ്ങളെന്നോ ഒന്നും ഒരു പരിഗണനയും അവർ ആർക്കും കൊടുക്കുന്നില്ല. മാത്രവുമല്ല, ലഹരിക്ക് വേണ്ടി വേണ്ടപ്പെട്ടവരെ പോലും കൊല്ലാനും മോഷ്ടിക്കാനുമെല്ലാം അവർ തയ്യാറാകുന്നു. ലഹരിയിൽ മതിമറക്കുന്ന യുവതലമുറ പലതരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മയക്കുമരുന്നെന്ന മാരക വിപത്തിനെ തുടച്ചു നീക്കാൻ നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനായി സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്ക് വേണ്ടുന്ന വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. കൂടാതെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ടുള്ള ദോഷങ്ങളും വരാനിരിക്കുന്ന അപകടങ്ങളും മനസ്സിലാക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക. കൂടാതെ മയക്കുമരുന്നിനെതിരെ പോസ്റ്ററുകളും റാലികളും സംഘടിപ്പിക്കുക. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഹ്രസ്വചിത്രങ്ങളിലൂടെയും അവയുടെ ദോഷഫലങ്ങൾ ആവിഷ്കരിക്കാവുന്നതാണ്. ഇതിനെല്ലാം പുറമെ ഓരോ അച്ഛനമ്മമാരും തങ്ങളുടെ മക്കൾ കടന്നു പോകുന്നതും ഇടപെടുന്നതുമായ കാര്യങ്ങൾ ഒരു പരിധിവരെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയും ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവർക്ക് അറിവ് നൽകുകയും ചെയ്യുക. കൂടാതെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സഹായത്തോടെ സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ മിന്നൽ പരിശോധന നടത്തുക. മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് നിന്നാൽ ലഹരിയുടെ അതിപ്രസരത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. വൻ മയക്കുമരുന്ന് മാഫിയയുടെ വളരെ ചെറിയ കണ്ണികളാണ് സ്കൂളിലെയും കോളേജുകളുടെയും വിതരണക്കാർ. അവരെ നിരീക്ഷിച്ച് അവരിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നാം ഓരോരുത്തരും മുൻകൈ എടുക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് ജാഗ്രതയോടെ പരിശ്രമിക്കാം. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാനുണ്ട്. നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികൾ മുഴുവൻ ചതിക്കുഴികളാണ്. പാഠഭാഗത്തുള്ള ഈ വാക്യത്തെ സമകാല സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക. ഇന്ന് നമ്മുടെ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ പലതരത്തിലുള്ള ചതിക്കുഴികൾ നിറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ കുട്ടികൾക്ക് മുന്നിൽ ഒരുക്കി വയ്ക്കുന്നത് മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും മാഫിയകളാണ്. അവർ സ്കൂൾ കോളേജ് തലത്തിലുള്ള കുട്ടികളെയാണ് അവരുടെ ചതിയുടെ വലയങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് ധാരാളം കുട്ടികൾ അവരുടെ ചതിയിൽ അകപ്പെട്ടു കഴിഞ്ഞു. അതിനുദാഹരണമാണ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും. തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത മാതാപിതാക്കളെ യാതൊരു മടിയും കൂടാതെ ലഹരിക്കടിമയായ മക്കൾ കൊലപ്പെടുത്തുക പോലും ചെയ്യുന്നു. കൂടാതെ ലഹരിക്കടിമയാകുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യാനും മടി കാട്ടുന്നില്ല. മയക്കുമരുന്ന് ലോബികൾ ലക്ഷ്യമിടുന്നത് എപ്പോഴും കൊച്ചു കുട്ടികളെയാണ്. അതിലൂടെ വരും തലമുറയെ ലഹരിക്ക് അടിമയാക്കാൻ കഴിയുന്നു. അതിനുദാഹരണമാണ് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പല കുട്ടികളും പോലീസ് പിടിയിലാകുന്നത്. ലഹരിയുടെ ഉപയോഗം വരുത്തിവെക്കുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കുട്ടികളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെയേറെയാണ്. ആദ്യം സൗജന്യമായാണ് ലഹരി കുട്ടികൾക്ക് നൽകുന്നത്. എന്നാൽ അവർ അടിമകളായി എന്ന് തിരിച്ചറിയുമ്പോൾ അവരിൽ നിന്നും പണം വാങ്ങിയ ശേഷം ലഹരി നൽകുന്നു. കൂടാതെ പണം കൊടുക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ കച്ചവടത്തിൻ്റെ കണ്ണികളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെ കുട്ടികൾ കുറേശ്ശെ ലഹരിയുടെ ഒരു ഭാഗമായി മാറുന്നു. ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട ധാരാളം കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. മാത്രവുമല്ല, ആൺ പെൺ എന്ന വ്യത്യാസം പോലുമില്ലാതെ നമ്മുടെ കുട്ടികൾ ഇപ്പോഴും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ മക്കളെ, നമുക്ക് ലഹരി വിരുദ്ധ റാലിയെക്കുറിച്ചൊരു നോട്ടീസ് പോസ്റ്റർ ഒക്കെ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ടീച്ചർ പോസ്റ്ററും നോട്ടീസും ഒക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. അതുപോലെ ടീച്ചറിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.